ചെങ്കള തീരെ എത്താതിരിക്കണക്കാട്ടി നല്ലതാണ് കുറച്ച് നേരം വൈകിട്ട് എത്തണമെന്ന് ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്താണ്. എന്താ സംഭവിച്ചാല് നാട്ടിലിപ്പോ ഹൈവേ ഒക്കെ തുറന്നതാണ്, നല്ലോ സ്പീഡിലാവും, ആൾക്കാരൊക്കെ പോവുക. ഓക്കെ, പല ട്രാക്കിലും പലരും പോവും, ലോറിക്കാർ ഈ ട്രാക്കിലും അവരൊക്കെ പോവും. പക്ഷെ നമ്മളെ സേഫ്റ്റിക്ക് പോവുക. ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ GCCയിലോ ദുബായിലോ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നാൽ എന്തേ പറ്റിയെന്ന് ചോദിക്കും. എന്തെങ്കിലും പറ്റുമോ കേൾക്കുമ്പോൾ തന്നെ നമ്മളത് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും എന്നുള്ള കൺസെപ്റ്റിലാണ് നാട്ടിലുള്ളവരുണ്ടാവില്ല. അതേ മോഡലിലാണ് ഇനി നാട്ടിലുണ്ടാവുക. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട വൺ വേ ആണ്, സംഭവം ഓക്കെയാണ്. പക്ഷെ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോ ഈ ട്രാക്കുമ്പോൾ ആ ട്രാക്കുമ്പോൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ചങ്കളെ നമ്മൾ എപ്പോഴും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നോക്കണം. 100 മീറ്റർ അപ്പുറത്തുനിന്ന് അലാക്കിന്റെ വരവ് വരണുണ്ടാവും, അടിച്ച് മിന്നിക്കാളും. അപ്പൊ അത് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഷോൾഡർ ചെക്ക് ചെയ്തോണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് തലയിട്ട്, അതായത് ഈ കോർണർ കൂടി ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ ഒപ്പത്തിനൊപ്പം ഇല്ലാന്ന് ആദ്യം ക്ലാസ്സൊക്കെ നോക്കുക, കൺഫേം ആക്കുക. എന്നിട്ട് ഷോൾഡർ ചെക്കും കൂടി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും, ഉറപ്പാണ്. പിന്നെ പോയി പോത്ത് നെല്ലുകണ്ടത്തേക്ക് അതാ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിന്ന് അവനെ കുറ്റം പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. പോയാൽ നമുക്ക് പോയി അവൻ കണ്ട് വന്ന് കയറിയാലും നമ്മൾ ആണ്ട് പോയി കയറിയാലും നഷ്ടം നമുക്ക് തന്നെ ഉണ്ടാവുക ഞങ്ങളെ. അപ്പൊ ഓരോരുത്തരും അങ്ങനെ വിചാരിച്ചിട്ട് നല്ല സേഫ്റ്റിയിൽ ഡ്രൈവ് ചെയ്യാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ തന്നെ കഷ്ടം തുറന്നപ്പോൾ തന്നെ ആക്സിഡന്റ്. അതിന്റെ പുറമെപ്പോ നല്ല സെറ്റപ്പ് ആക്കി വരച്ച് ജിഞ്ചിനാക്കിനായിട്ട് കെടുക്കുകയാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇനി കോട്ടശക്കാരോട് പറയാനുള്ളത് നമ്മളെ കുറ്റം പറയല്ല. അതായത് ബാക്കിലുള്ള പാസഞ്ചർ പറയും ആ റോഡാണ് തന്നെ അപ്പൊ തന്നെ ആണ്ട് ഓടിച്ചണ്ട. കാരണം പിന്നെ മെയിൻ റോഡാണ്, ഓടിച്ചാൻ കിട്ടൂല എന്നറിയാം. എന്നാലും പറയാണ് ഓക്കെ, അങ്ങനെ ഓടിച്ചാൽ നിൽക്കണ്ട. അവിടെ പോയി യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ട്രാക്കിൽ ഏതേണ്ട പോകേണ്ട അങ്ങനെ തന്നെ പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ വളരെ ശ്രദ്ധിക്കുക ഡ്രൈവിങ്ങിൽ. ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി പോത്ത് നെല്ലുകണ്ടത്തേക്ക്. അപ്പൊ ഞാനൊരു ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്, റോഡുകളൊക്കെ തുറന്ന് നല്ല അടിപൊളിയായിട്ട് വേഗം ഫാസ്റ്റിലെത്താം. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ ബൈക്കുമേലായാലും കാറിലായാലും നമ്മൾ പിന്നെ നമുക്ക് അവിടെ എത്ര മണിക്ക് എത്താന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. പതുക്കെ പോകണം എന്നുള്ള ചിന്ത എനിക്കും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഞാൻ എത്ര പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവനക്ക് വരാനുള്ളത് വരും ചെയ്യും. അവരാര് പോകേണ്ട സ്പീഡ് ജിഞ്ചിനാക്കിനാണ് ഇക്കാരം. പക്ഷെ എന്നാലും ഒരു കുളർമ ഉണ്ടായിക്കോട്ടെ എന്ന് മാത്രമാണ്. പെയിന്റ് ഇളകുമ്പോൾ ഇറച്ചിയിൽ പൂയാകുമ്പോൾ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. ചെങ്കള ഭയമായി കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ് ഇക്കാരം. അപ്പൊ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നല്ലോണം സേഫ്റ്റിയിൽ ഡ്രൈവ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ് എന്താ വെച്ചാൽ, ഞാനൊക്കെ ചെയ്യണത് ഏത് കാലി റോട്ടുമ്പോൾ കൂടി പോവുകയാണെങ്കിലും ആൾക്കൂട്ടത്തിൽ കൂടി പോവുകയാണെങ്കിലും നമ്മളിങ്ങനെ സ്റ്റാറിങ്ങുമ്പോൾ പിടിച്ച് പോകുമ്പോൾ തന്നെ ഞാനൊക്കെ വിചാരിക്കൽ ഇപ്പൊരാൾ ചാടും, ബ്രേക്ക് ചവിട്ടണമല്ലോ, ഇപ്പൊരാൾ ചാടുട്ടാ, ചാടി ആ ഒരു ലെവലിൽ നിങ്ങൾ ഡ്രൈവിങ് ചെയ്തോളി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡന്റ് ഉണ്ടാവും. അപ്പം കാലി റോട്ടുമ്പോൾ കൂടി പോവുകയാണെങ്കിലും മരുഭൂമി കൂടി പോവുകയാണെങ്കിലും ആൾക്കൂട്ടത്തിൽ കൂടി പോവുകയാണെങ്കിലും നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊരാൾ ചാടുട്ടാ, ചവിട്ടിക്ക ബ്രേക്ക്. അപ്പൊ നമ്മളെ തലയും കാലും കൂടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അത് മൈൻഡിലുണ്ടാവും. ഇപ്പൊരാൾ ചാടുട്ടാ, ബ്രേക്ക് ഔട്ടിക്കോ. ഒന്നും കൂടി പറയാണ്, ഇപ്പൊ GCCയിലോ മറ്റുള്ള സ്ഥലത്തോ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞാല് ആക്സിഡന്റ് ആയാല കഴിഞ്ഞാ വിചാരിച്ച അല്ലേ.